ഗുഡ് ആഫ്റ്റർനൂൺ. ക്യാമറ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് സബ്മിറ്റ് ചെയ്യുമോ? അറ്റൻഡൻസ് ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ഇതിലിപ്പോൾ ലെറ്റുകാരുണ്ടായിരിക്കും. ലെറ്റുകാർ പേടിക്കണ്ട, അവർക്ക് കഴിഞ്ഞ പോർഷനായി പന്തില്ലാത്തൊരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. തേർഡ് മൊഡ്യൂളാണ്. 1ഉം 2ഉം മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. പഴയ മൊഡ്യൂളുകളുടെ ലിങ്കൊക്കെ തരാം, പേടിക്കണ്ട. നമുക്ക് തേർഡ് മൊഡ്യൂൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. അറ്റൻഡൻസ് എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടോർഷൻ ആണ് എടുക്കുന്നത്. ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. ടോർഷൻ നമ്മൾ മുന്നേ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ടോർഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ടോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിയുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും അതുപോലെ വലിയ വലിയ മെഷീൻസിന്റെ ഷാഫ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതില് സർക്കുലർ ഷാഫ്റ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഷാഫ്റ്റിന്റെ രണ്ട് എൻഡില് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിനെയാണ് നമ്മൾ കപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റിംഗ് സംഭവിക്കും. ആ ട്വിസ്റ്റിങ്ങിനെയാണ് ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടോർഷൻ അല്ലെങ്കിൽ നമ്മൾ ടോർക്ക് എന്നും പറയാറുണ്ട് കേട്ടോ. ടോർക്ക് എന്നും അവിടെ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കപ്പിൾസ് രണ്ട് എൻഡിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിരിയാനായിട്ട് തുടങ്ങും, പിരിഞ്ഞു വരും അല്ലെ. അതിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ആണ് ടോർഷൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ആക്സിസ് ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പോൾ ആ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലാണ് നമ്മൾ ടോർഷൻ അപ്ലൈ ചെയ്യുക. ഇനി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ഷാഫ്റ്റ് ഈസ് ഇൻ പ്യുവർ ടോർഷൻ. ഷാഫ്റ്റ് പ്യുവർ ടോർഷനിലാണെന്ന് പറയാം. ഇനി പ്യുവർ ടോർഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ഓർത്ത് വെക്കുക, ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഇൻ കേസ് ഓഫ് പ്യുവർ ടോർഷൻ അവിടുത്തെ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാഫ്റ്റിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടേണിംഗ് മൊമെന്റ് ഉണ്ടായിരിക്കും. അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അത് പിരിയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ടോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്യുവർ ടോർഷൻ തിയറി പഠിക്കണം. അതായത് അതിൻ്റെ ഒരു ഇക്വേഷൻ ആണത്. അതിന്റെ ഡെറിവേഷൻ ഇത്തിരി വലുതാണ്. അതിന് മുന്നേ ആ ഡെറിവേഷന്റെ അസംഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കുക, അസംഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The first assumption എന്ന് പറയുന്നത് മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. സെയിം മെറ്റീരിയൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഐസോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആക്സിസ് എടുത്താലും ആ ആക്സിസിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കണം. മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് ക്രോസ് സെക്ഷൻ ഓഫ് ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ പ്ലെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ട്വിസ്റ്റ് കൊടുത്തതിന് ശേഷം പ്ലെയിൻ തന്നെയായിരിക്കണം.
അതിൽ ഡീഫോർമേഷൻ ഒന്നും സംഭവിക്കാനായിട്ട് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീഫോർമേഷൻ ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല. പിരിയുമ്പോൾ ഡീഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ? ഇമാജിൻ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ twist along the length of the shaft is uniform throughout. ആ ലെങ്ത് ത്രൂഔട്ട് ലെങ്ത് അതിന്റെ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം. ഫോർത്ത് വൺ, സർക്കുലർ സെക്ഷൻസ് റിമെയിൻ സർക്കുലർ ആഫ്റ്റർ ലോഡിംഗ്. സർക്കുലർ സെക്ഷൻസ് ലോഡിംഗ് കൊടുത്തു കഴിഞ്ഞാലും സർക്കുലർ സെക്ഷൻ തന്നെ ആയിരിക്കണം. അതായത് ക്രോസ് സെക്ഷനിൽ മാറാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ക്രോസ് സെക്ഷൻ ഓഫ് ഷാഫ്റ്റ് which are plain before twist remain plain after twist എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സർക്കുലർ സെക്ഷൻസ് റിമൈൻ സർക്കുലർ ആഫ്റ്റർ ലോഡിംഗ്. ഫിഫ്ത് വൺ, ഹുക്സ് ലോ ഈസ് അപ്ലിക്കബിൾ വിത്ത് ഷിയർ സ്ട്രെസ് ബീയിങ് പ്രൊപ്പോർഷണൽ ടു ദി ഷിയർ സ്ട്രെയിൻ. ഹുക്സ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പഠിച്ചത് അല്ലെ? ഇവിടെ പ്യുവർ ടോർഷന്റെ കേസിൽ എന്ത് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്? ഷിയർ സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ഷിയർ സ്ട്രെസ് ബീയിങ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ. ഷാഫ്റ്റ് ആർ സബ്ജക്റ്റഡ് ടു ട്വിസ്റ്റിംഗ് കപ്പിൾസ് ഇൻ പ്ലെയിൻസ് ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കപ്പിൾസ് എന്ന് പറയുന്നത് ആക്സിസിന്, നമ്മുടെ സർക്കുലർ ഷാഫ്റ്റിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്യുവർ ടോർഷൻ തിയറിയുടെ അസംഷൻസ് ആയിട്ട് പറയാറുള്ളത്. ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാക്കാം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു ഷാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ റേഡിയസ് 6 ആണ്, ലെങ്ത് L ആണ്. നമ്മൾ ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന T നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ T എന്ന് പറയുന്നത് മാക്സിമം ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണ്. D is the diameter, L is the length, J എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? pi d⁴/32. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് pi d⁴/32. Q എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. നമുക്കറിയാം, നമുക്ക് ടോർഷന്റെ കേസിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഏതാണെന്ന് പറഞ്ഞത് ഷിയർ സ്ട്രെസ് ആണ് അല്ലെ? ഓക്കെ. ഇനി G എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മൗസിന്റെ കേഴ്സർ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഈ ആംഗിൾ ആണ് തീറ്റ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഷാഫ്റ്റ് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? ക്രോസ് സെക്ഷനിൽ മാറ്റൊന്നും പറ്റില്ല, പക്ഷെ അതിന്റെ ഔട്ടറിലുള്ള ഫൈബേഴ്സ് എല്ലാം അതിന്റെ സ്ഥാനം മാറും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ആദ്യം ട്വിസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് ഷാഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് AB. നമ്മൾ ഷിഫ്റ്റ് കൊടുത്തതിന് ശേഷം ആ AB എന്നുള്ള ലൈൻ എങ്ങോട്ടായി മാറി? AB'. ഓക്കെ, അപ്പൊ ക്രോസ് സെക്ഷനിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പൊസിഷൻ മാറി അല്ലെ? AB എന്നുള്ളത് എങ്ങോട്ടായി? AB'. അതുപോലെ OB എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കും അല്ലെ? ക്രോസ് സെക്ഷനിൽ നോക്കി നോക്കൂ, OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് ട്വിസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായി മാറി? OB' ആയി മാറി. ഓക്കെ ആണോ? OB' ആയി മാറി. ഇത്രയാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ആംഗിൾ BOB, ആംഗിൾ BOB എന്ന് പറയുന്നത് തീറ്റയാണ്. അതുപോലെ ആംഗിൾ BAB എന്ന് പറയുന്നത് BAB', BOB' അതുപോലെ BAB' ആണ് കേട്ടോ. ആംഗിൾ BOB' എന്ന് പറയുന്നത് തീറ്റ, അതായത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അത് നമ്മൾ റേഡിയനിലാണ് സാധാരണ പറയുന്നത്. ഇനി ആംഗിൾ BAB' എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ ഫൈ. ഓക്കെ, ഷിയർ സ്ട്രെയിൻ ആണ് ഫൈ. ഇവിടെ ഗാമ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, മൈൻഡ് ചെയ്യണ്ട. ഷിയർ സ്ട്രെയിൻ നമ്മൾ എടുക്കുന്നത് ഫൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ BB' ആണ്. BB' എന്ന് പറയുന്നത് ഒരു ആർക്ക് ലെങ്ത് ആണ് അല്ലെ? BB' എന്ന് പറയുന്നത് ഒരു ആർക്ക് ലെങ്ത് ആണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ ഉണ്ടല്ലോ, റേഡിയസ് ഇൻറ്റു തീറ്റ, ആർ തീറ്റ. അപ്പോ BB' എന്ന് പറയുന്നത് ആർ തീറ്റ എന്ന് നമുക്ക് കിട്ടി. അത് തന്നെയാണ് L5 അല്ലേ? ചിത്രത്തിൽ നോക്കൂ,
ബി ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷൻ വൈസ് നോക്കുകയാണെങ്കിലും ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിലും നമുക്ക് ബി ബി ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ക്രോസ് സെക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ബി ഡാഷ് എന്താണ്? ഇറ്റ് ഈസ് ആർ തീറ്റ. ഇനി ലെങ്ത് വൈസ് നോക്കൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? എൽ ഫൈ. അപ്പൊ നമുക്ക് ബി ബി ഡാഷിന് രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്? ആർ തീറ്റ ആൻഡ് എൽ ഫൈ. സോ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. ആർ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ഫൈ. അതിൽ നിന്ന് ഫൈ എന്ന് പറഞ്ഞ ഷിയർ സ്ട്രെയിൻ ആണ് അല്ലെ? ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. ആർ തീറ്റ ബൈ എൽ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നോക്കുക, ക്യു എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓക്കെ, ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റിയും അതുപോലെ ക്യു എസ് എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്സും ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി നമുക്കറിയാം ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണെന്ന് അറിയാം. ഷിയർ സ്ട്രെസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് എത്രയാണ്? ക്യു എസ് ആണ് അല്ലെ? ഷിയർ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്തത് ക്യു എസ് ആണ്. ക്യു എസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ നമ്മൾ എങ്ങനെ എടുത്തിട്ടുള്ളത്? ഫൈ. ഷിയർ സ്ട്രെയിൻ എന്താണ്? ഫൈ. ഷിയർ സ്ട്രെസ് ക്യു എസും ഷിയർ സ്ട്രെയിൻ ഫൈയും ആണ് അല്ലെ? സോ ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷനിൽ ഒരു അറേഞ്ച്മെന്റ് വരുത്തിയാൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ജി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫൈക്ക് നേരത്തെ ഒരു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. ഇപ്പൊ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി. ഫൈ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ജി. അപ്പൊ അതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാലോ. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ആർ തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ജി. ഓക്കെ, അതിനൊരു റീഅറേഞ്ച്മെന്റ് വരുത്തിയതാണ് എന്ത്? ക്യു എസ് ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ക്യു എസ് ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ആംഗിൾ ബി ഒ ബി എന്താണെന്ന് നോക്കി, ആംഗിൾ ബി എ ബി ഡാഷ് എന്താണെന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ബി ബി ഡാഷ് കാണാനുള്ള ഇക്വേഷൻ ആർ തീറ്റ ബൈ എൽ ഫൈ ആണ്. അത് രണ്ട് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതി. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്, അതായത് ക്യു എസ് ബൈ ഫൈ ആണ്. അപ്പൊ അതിൽ നിന്ന് ഫൈ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ജി എന്ന് എഴുതാം. അപ്പൊ ഫൈക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്? ആർ തീറ്റ ബൈ എൽ എന്നും കിട്ടി, അതുപോലെ ക്യു എസ് ബൈ ഫൈ എന്നും കിട്ടി. അപ്പൊ അതിനെ ഇക്വേറ്റ് ചെയ്തു. ആർ തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ജി എന്ന് എഴുതി. അപ്പൊ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ? ക്യു എസ് ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. എന്താണ് അവസാനം എഴുതിയത്? ക്യു എസ് ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ, നമ്മുടെ ഷാഫ്റ്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു. ഇതാണ് ബി ബി ഡാഷ് എന്ന് വിചാരിക്കുക. ബി ബി ഡാഷ് ആണ്. അപ്പൊ അതിൽ നമ്മളൊരു വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ബി ബി ഡാഷ് എന്ന് പറയുന്ന സെക്ടർ ഇതാണ്. അതിൽ വേറൊരു രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. സി, അതിന്റെ ട്വിസ്റ്റിംഗിൽ സി ഡാഷ്, സി ഡാഷ് എന്നുള്ള സി വൺ എന്നുള്ള ഒരു ഇത് കിട്ടുകയാണ് നമുക്ക് അല്ലെ? അപ്പം on the cross section of the shaft, consider a point C at a radius r, small letter r. Okay, small letter r from the center O. Let the point C take the position C1 after twisting. എന്നിട്ട് സി എന്നുള്ള പോയിന്റ് എങ്ങോട്ടായി മാറി? C1 ലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ C1 is equal to നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. എങ്ങനെ? ആർ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ഫൈ. C1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആർ തീറ്റ ഈസ് ഈക്വൽ ടു, ആർ ക്യാപിറ്റൽ അല്ല സ്മോൾ ആണ്, കാരണം ഇവിടെ വരെ ഉള്ളൂ അല്ലെ? അത് ഷാഫ്റ്റിന്റെ പുറമെ വരെ ഇല്ല, ഈ കുറച്ച് ഭാഗമേ ഉള്ളൂ. സോ C1 ഈസ് ഈക്വൽ ടു ആർ തീറ്റ ഇൻറ്റു എൽ ഫൺ. ത്രൂ ഔട്ട് ലെങ്ത് ഉണ്ടായിരിക്കും. സോ എൽ ഫൈ, ആർ തീറ്റ ഈസ് ഈക്വൽ ടു എൽ ഫൈ. അപ്പൊ അതിൽ നിന്ന് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ തീറ്റ ബൈ എൽ. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ ചെറിയൊരു പോർഷനിൽ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. പക്ഷെ ബി ഡാഷ് കൺസിഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് C1 ആണെന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ എന്ന് കിട്ടി. ഇത് നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ C1ലുള്ള ഷിയർ സ്ട്രെസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ ഷിയർ സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ ബൈ ജി. നേരത്തെ എഴുതിയതുപോലെ തന്നെ, ഒരു മാറ്റമില്ല.
നമ്മളത് ചെറിയ കേസിൽ C1ന്റെ കേസിൽ എടുത്തെഴുതുന്നു മാത്രം. അതിന്റെ വേരിയേഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഔട്ടർ ഫൈബറിലാണ് നോക്കുന്നത്. അപ്പൊ ഉള്ളിലോട്ട് വരുന്തോറും എന്താണ് മാറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ജി എന്ന് എഴുതാം. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ ആർ തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ജി നേരത്തെ എഴുതിയ പോലെ തന്നെ അതിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് എങ്ങനെ എഴുതി? ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. തൊട്ടു മുന്നത്തെ സ്ലൈഡിൽ എങ്ങനെയായിരുന്നു? QS by R is equal to G theta by L. QS by R is equal to G theta by L. ഇപ്പം എന്താ കിട്ടിയത്? Q by R is equal to G theta by L. അപ്പൊ ആ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? QS by R is equal to G theta by L is equal to Q by R. ഈ QS by R എന്ന് പറയുന്നത് ഏതിന്റെ കേസ് ആയിരിക്കും? ഔട്ടറിലുള്ള ഫൈബറിന്റെ കേസാണ് അല്ലെ. ബി ഡാഷ് കൺസിഡർ ചെയ്തപ്പോൾ ഉള്ളതാണ്. ഈ സ്മോൾ Q by സ്മോൾ R എന്ന് പറയുന്നതോ C1 കൺസിഡർ ചെയ്തപ്പോൾ ഉള്ളതാണ്. മാറിപ്പോകരുത്. പിന്നെ G തീറ്റ ബൈ എൽ. അപ്പൊ നമുക്ക് ആറാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടി. QS by R is equal to G theta by L is equal to Q by R. ഇനി ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നോക്കൂ, ഈ ക്യൂയുടെ വാല്യൂ 0 ആണ്. എപ്പോഴാ ആറിന്റെ വാല്യൂ റേഡിയസ് 0 ആണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. ക്യൂവിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും. അപ്പൊ ക്യൂ എപ്പോഴാണ് മാക്സിമം ആവുക? ക്യൂ എപ്പോഴായിരിക്കും മാക്സിമം ആവുന്നത്? റേഡിയസ് മാക്സിമം ആവുമ്പോൾ. റേഡിയസ് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ടറിലേക്ക് എത്തണം അല്ലെ. സെൻട്രലിൽ നിന്ന് ഔട്ടറിലേക്ക് എത്തുമ്പോഴാണ് റേഡിയസ് മാക്സിമം ആവുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെൻസ് ഷിയർ സ്ട്രെസ് ഈസ് 0 അറ്റ് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് ലീനിയർലി ഇൻക്രീസസ് to a maximum value of QS. ഇതിൽ നിന്ന് QS നമുക്ക് എങ്ങനെ എഴുതാം? G theta R by L എന്ന് എഴുതാം. G theta R by L at the surface of shaft. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലെ. ഔട്ടറിൽ കിടക്കുന്നതാണ് ബി ഡാഷ് ഔട്ടർ ബി ഡാഷ് ഒക്കെ കൺസിഡർ ചെയ്ത പോർഷനാണ് ഔട്ടറിലുള്ളത്. ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് ആ ഇന്നർ സർക്കിളിലെ 2 പോയിന്റ് ആണ് നമ്മൾ സി ഡാഷ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സെന്ററിൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. മാക്സിമം എവിടെയായിരിക്കും? റേഡിയസ് കൂടുതലുള്ള എവിടെയാ? റേഡിയസ് കൂടുന്തോറും ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. റേഡിയസ് കൂടുന്തോറും ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? QS by R is equal to G theta by L is equal to Q by R. അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ ഡെറിവേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ഹാഫ് പോർഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷാഫ്റ്റിന്റെ ലെങ്ത്, ഡയമീറ്റർ, ടോർക്ക്, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഷിയർ സ്ട്രെസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ആംഗിൾ ഓഫ് പിച്ച് അതൊക്കെ നോക്കി. അതിനുശേഷം ആംഗിൾ BOB ഡാഷ് എന്ന് പറയുന്നത് തീറ്റയാണ്. ആംഗിൾ BA B ഡാഷ് എന്ന് പറയുന്നത് ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ B ഡാഷ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. അത് തന്നെയാണ് L ഫൈ. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് ഔട്ടർ മോസ്റ്റ് സർഫസിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് QS. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി G എന്ന് പറയുന്നത് QS ബൈ ഫൈ. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു QS ബൈ G എന്ന് എഴുതാം. ഫൈക്ക് അപ്പൊ 2 ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് ആർ തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു QS ബൈ G എന്ന് എഴുതാം. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് എഴുതാം? QS ബൈ ആർ ഈസ് ഈക്വൽ ടു G തീറ്റ ബൈ എൽ എന്ന് എഴുതാം. ഇത് ഔട്ടർ മോസ്റ്റ് സർഫസിന്റെ കേസാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇത്തിരി ഉള്ളോട്ട് പോയിട്ടുള്ള ഒരു കേസ് എടുക്കുകയാണ്. അതായത് ബി ഡാഷ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് സർഫസിലാണ്. ഇത്തിരി കൂടി ഉള്ളോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന സർഫസ് ആണ് സി ഡാഷ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് അങ്ങോട്ടുള്ള റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. സോ ആർ തീറ്റ ആണ് ആ ലെങ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഫൈ. അതിപ്പോ ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. ക്യൂ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എങ്കിൽ ഷിയർ സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ജി എന്ന് എഴുതാം. സോ ആർ തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ജി. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് എഴുതി? ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നേരത്തെ കിട്ടിയ ആ QS by R is equal to G theta by L, അതുപോലെ ഇവിടെ നമുക്ക് Q by R is equal to G theta by L. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷനെയും കാണുന്നുണ്ടാവും ഈ സ്ലൈഡിൽ ഏറ്റവും താഴെ. മൂന്നാമത്തെ ഇക്വേഷനെയും അതുപോലെ തന്നെ ഇവിടുത്തെ 5ാമത്തെ ഇക്വേഷനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഇക്വേഷൻ എഴുതാം. എന്താണ്?
QS by R is equal to G theta by L is equal to Q by R. അപ്പോൾ നമുക്ക് നമ്മുടെ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? സെന്ററിൽ 0 ആണ്, ഔട്ടർ സർഫസിലേക്ക് പോകുന്തോറും ഷിയർ സ്ട്രെസ് ലീനിയർലി വാരി ചെയ്തിട്ട് ഏറ്റവും മാക്സിമം എവിടെയാണ് ഉണ്ടാകുന്നത്? ഔട്ടർ സർഫസിലാണ് ഏറ്റവും മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഡെറിവേഷന്റെ പകുതി സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സർക്കുലർ സെക്ഷൻ, ഷാഫ്റ്റിന്റെ തന്നെ സർക്കുലർ സെക്ഷൻ എടുത്തു. അതിന്റെ റേഡിയസ് 6 ആണെന്ന് നമുക്കറിയാം അല്ലെ? അതിന്റെ റേഡിയസ് 6 ആണ്. ആ ഷാഫ്റ്റിന്റെ ലെങ്ത് L ആണ്. അതിലൊരു ടോർക്ക് T, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ T എന്ന ടോർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി നോക്കൂ, നമ്മളൊരു എലമെന്ററി കോൺസെൻട്രിക് റിംഗ് നമ്മൾ അതിനുള്ളിൽ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഹാച്ച് ചെയ്തൊരു പോർഷൻ കാണുന്നുണ്ടാവും അല്ലെ? അതിന്റെ അതിലേക്ക് ഉള്ള റേഡിയസ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് 6 ആണ്. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. O എന്ന സെന്ററിൽ നിന്ന് ആ എലമെന്ററി കോൺസെൻട്രിക് റിംഗിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. അതുപോലെ ആ സ്ട്രിപ്പിന്റെ തിക്നെസ് എന്ന് പറയുന്നത് dr ആണ്. ഓക്കെ, ഇനി intensity of shear stress at this radius bq is given by, നമുക്ക് നേരത്തെ ഇക്വേഷനിൽ നിന്ന് നേരത്തെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതിയിട്ടുണ്ട്. QS by R is equal to G theta by L is equal to Q by R. അങ്ങനെയാണെങ്കിൽ Q is equal to നമുക്ക് എന്ത് എഴുതാം? ഈ ആദ്യത്തെ രണ്ട് റിലേഷൻഷിപ്പ് QS by R is equal to Q by R എടുക്കുകയാണെങ്കിൽ, QS by R is equal to Q by R എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് Q is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, QSR by R എന്ന് എഴുതാം. QSR by R എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് എന്ത്? QSR by R. QSR എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R by ക്യാപിറ്റൽ R. ഓക്കെ, ഇനി ഈ ഷിയർ സ്ട്രെസ് ഉണ്ടായി, അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യണം അല്ലെ? ഷിയർ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യണം. അപ്പൊ ആ റെസിസ്റ്റൻസ്, ഈ എലമെന്ററി ഏരിയ റെസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ എലമെന്ററി ഏരിയയുടെ ഷിയർ സ്ട്രെസ് Q ഇൻറ്റു അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ. Q ഇൻറ്റു ഡെൽറ്റ എ ആണ് ഷിയർ റെസിസ്റ്റൻസ്. ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഷിയർ സ്ട്രെസ് എന്താണ്? Q നമ്മൾക്കിപ്പോൾ അറിയാം, QSR by R, Q ഇൻറ്റു ഡെൽറ്റ എ. അപ്പോൾ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് QSR by R ഇൻറ്റു ഡെൽറ്റ എ. QSR by R ഇൻറ്റു ഡെൽറ്റ എ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. നെക്സ്റ്റ്, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദി എലമെന്ററി ഏരിയ ഡെൽറ്റ എ അണ്ടർ കൺസിഡറേഷൻ. ഇനി ഇവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഷിയർ റെസിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഷിയർ റെസിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി ഷാഫ്റ്റ്. അപ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അതാണ് നമ്മുടെ ടോർക്ക്, ഡെൽറ്റ ടി ടോർക്കാണ് അത് കേട്ടോ. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോർക്കാണ്, ഡെൽറ്റ ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഷിയർ റെസിസ്റ്റൻസ് ഇൻറ്റു ആർ. ഷിയർ റെസിസ്റ്റൻസ് നമുക്കറിയാലോ എന്താണ്? ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഷിയർ സ്ട്രെസ് എത്രയാണ്? QS ഇൻറ്റു R by R ഇൻറ്റു ഏരിയ എത്രയാ? ഡെൽറ്റ എ ഇൻറ്റു R. ഓക്കെ, ഇത് എലമെന്ററി ഏരിയയുടെ ആണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദി എൻറ്റയർ സെക്ഷൻ എന്തായിരിക്കും? നമ്മൾ അതിനെ സം ചെയ്യുക, ഓരോ എലമെന്ററി ഏരിയന്റെ എടുത്തിട്ട് സം ചെയ്യുക. അപ്പോൾ ഓട്ടോ സം ഇൻറ്റു ഡെൽറ്റ ടി, ടോട്ടൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അതായത് ഈ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് സിഗ്മ ഡെൽറ്റ ടി. അതായത് സിഗ്മ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം QS R സ്ക്വയർ ബൈ R ഇൻറ്റു ഡെൽറ്റ എ. QS R സ്ക്വയർ ബൈ R ഇൻറ്റു ഡെൽറ്റ എ. ഈ R ഇൻറ്റു R, അങ്ങനെയാണ് R സ്ക്വയർ വന്നത് കേട്ടോ. അപ്പൊ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യാം? റേഡിയസ് 0 മുതൽ റേഡിയസ് മാക്സിമം ആകുന്ന വരെ അല്ലെ? അപ്പൊ 0 ടു ക്യാപിറ്റൽ R വരെയാണ് അത് വേരി ചെയ്യുന്നത്. സോ ഇതിലെ QS എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് സർഫസിലെ ഷിയർ സ്ട്രെസ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ പുറത്തോട്ട് എടുത്തു. അതുപോലെ റേഡിയസ് ക്യാപിറ്റൽ R അതും മാറുന്നില്ല. സോ QS by R കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു ഇൻറ്റു
സിഗ്മ 0 to r into delta a into r. അപ്പോൾ അതിനെ നമുക്ക് ഇന്റഗ്രൽ 0 to r delta a into r സ്ക്വയർ എന്നുള്ളത്. ഡെൽറ്റ a into r സ്ക്വയർ, ഇന്റഗ്രൽ 0 to r ഡെൽറ്റ a into r സ്ക്വയർ. ഇനി അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നും പോവണ്ട. കാരണം എന്താണ്? ഡെൽറ്റ a into r സ്ക്വയർ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്തായിരുന്നു? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ. പക്ഷെ ഇവിടെ ഡെൽറ്റ എ ഇൻറ്റു ആർ സ്ക്വയർ, ആർ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണ്. സോ ഇവിടെ നമ്മൾ ഇൻ കേസ് ഓഫ് സർക്കുലർ ഷാഫ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ QS by R ഇത്രയും ഭാഗം ഇന്റഗ്രൽ 0 to r ഡെൽറ്റ എ ആർ സ്ക്വയർ നമുക്ക് ജെ എന്ന ടേം വെച്ചു. ജെ ആയിരുന്നില്ലേ നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് എടുത്ത ടേം? ഇത് എവിടെ ഉണ്ട്? ജെ ഈസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇവിടെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഈ ഇന്റഗ്രൽ പോർഷനെ നമുക്ക് ജെ എന്ന ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ടി ടോർക്ക് ടി ഈസ് ഈക്വൽ ടു QS by R into J. ടി ഈസ് ഈക്വൽ ടു QS by R into J. അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതി? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു QS by R. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു QS by R. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ഇക്വേഷൻ നമ്പർ തൊട്ട് മുന്നേ നമ്മൾ ഇക്വേഷൻ കണ്ടുവച്ചല്ലോ. എന്തായിരുന്നു? QS by R is equal to G theta by L is equal to Q by R അല്ലേ? ഇപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു ഇക്വേഷൻ ഓർക്കാം കേട്ടോ. QS by R is equal to G theta by L is equal to Q by R. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? T by J is equal to QS by R. T by J is equal to QS by R. അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫൈനലി നമുക്ക് T by J is equal to QS by R is equal to G theta by L എന്ന് എഴുതാം. T by J is equal to QS by R is equal to G theta by L. This equation is known as torsion equation. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ ആവശ്യം വരും. ഈ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ടോർഷൻ ഇക്വേഷൻ എന്താണ്? T by J is equal to QS by R is equal to G theta by L. T by J is equal to QS by R is equal to G theta by L. ഓക്കെ, ഈ ഇക്വേഷനെയാണ് ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോ ടേംസും എന്താണ്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ഡൗൺ ദി ടോർഷൻ ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടേം. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ നമുക്ക് ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എന്ന് എഴുതാം. ടി എന്താണ്? ടോർക്ക്. ജെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈ ഡി റേഷ്യു 4/32. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും, നോട്ട് ചെയ്യുക. പൈ ഡി റേഷ്യു 4/32. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് തരും അല്ലെ? ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ജി ഇസ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതെന്താണ്? ഷിയർ മോഡുലസ് അല്ലെ? അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അവിടെ. പിന്നെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. എൽ ഈസ് ദി ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ ഇതിലെ ഓരോ ടേംസും അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാ വന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പോളാർ മോഡുലസ് ഓഫ് ദി സെക്ഷൻ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. അപ്പൊ അതില് ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ടി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇതിൽ നിന്ന് ടോർക്ക് ടി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ജെ ബൈ ആർ എന്ന് എഴുതാം. ക്യൂ ഇൻറ്റു ജെ ബൈ ആർ. ഇതിൽ ഈ ജെ ബൈ ആർ എന്നുള്ള ടേമിനെയാണ് പോളാർ മോഡുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജെ ബൈ ആറിന് നമുക്ക് പറയുന്ന പേരാണ് പോളാർ മോഡുലസ്. അതിനെ നമ്മൾ ZP എന്നാണ് കാണിക്കുന്നത്. പോളാർ മോഡുലസ് ZP. ജെ ബൈ ആർ. ജെ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആർ റേഡിയസ് ഓഫ് ഷാഫ്റ്റ്. പോളാർ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് ഇൻ ടോർഷൻ. പോളാർ മോഡുലസ് ഈസ് ദ
മെഷർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് ഇൻ ടോർഷൻ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ. ചിലപ്പോൾ പോളാർ മോഡുലസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളാർ മോഡുലസ് ZP = J/R ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ നെക്സ്റ്റ് വൺ ആണ് ടോർഷണൽ റിജിഡിറ്റി. നമ്മുടെ ഇക്വേഷൻ എഗെയിൻ നമ്മൾ എഴുതുന്നത് T/J = G∅L. തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ഓർത്താൽ മതി. T/J = G∅L. അതിൽ നിന്ന് തീറ്റ എങ്ങനെ കാണാം? തീറ്റ TL/GJ. TL/GJ. ഇതിലെ GJ എന്നുള്ള ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. GJ എന്നുള്ള ടേമിനെയാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. തീറ്റ TL/GJ. അതായത് GJ-നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോർഷണൽ റിജിഡിറ്റി TL/തീറ്റ. ടോർഷണൽ റിജിഡിറ്റി TL/തീറ്റ. ഓക്കെ. ഇനി നോക്കുക, ഈ ഇക്വേഷനിലെ ലെങ്ത്തും അതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റും യൂണിറ്റ് ലെങ്ത് ഉള്ള ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ട്വിസ്റ്റ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് എല്ലും തീറ്റയും 1 ആണ്. എല്ലിന്റെ വാല്യൂ അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? GJ = T എന്ന് പറയാം. GJ = T. അപ്പൊ നമുക്ക് GJ എന്ന് പറഞ്ഞാൽ ടോർഷണൽ റിജിഡിറ്റി ആണ് അല്ലെ. അപ്പൊ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ടോർക്ക്. GJ = T എന്നല്ലേ കിട്ടിയത്. അപ്പൊ GJ ടോർഷണൽ റിജിഡിറ്റി ഈസ് ദ ടോർക്ക് that produce a twist of 1 radian in a shaft of unit length. ഒരു യൂണിറ്റ് ലെങ്ത് ഷാഫ്റ്റില് 1 റേഡിയൻ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട ടോർക്കിനെയാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ടോർക്ക് which produce a twist of 1 radian in a shaft of unit length. യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ഷാഫ്റ്റില് 1 റേഡിയൻ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട ടോർക്കിനെയാണ് നമ്മൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും നോട്ട് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ വേഗം എഴുതിയെടുക്കൂ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇതിന്റെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ ഷാഫ്റ്റ്. ഒരു സർക്കുലർ ഷാഫ്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ കാണാനുള്ള ഇക്വേഷൻ P = 2πNT/60. അതിൽ P എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് ഇൻ വാട്ട്സ്. ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പവർ വാട്ട്സിലാണ് കിട്ടുക. P is in watts. പിന്നെ N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റെവല്യൂഷൻ, T is the torque. ഇനി നമുക്ക് പവർ ട്രാൻസ്മിറ്റഡ് ഇൻ കിലോ വാട്ട്സിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 5000 ചെയ്താൽ മതി. 2πNT/60 × 1000. 2πNT/60 × 1000. ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ടോർഷനിലെ തിയറി പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. തിയറി പോർഷൻ എല്ലാം പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ P in kilowatts ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2πNT/60 × 1000 ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മളിന്ന് ടോർഷൻ എന്താണെന്ന് നോക്കി. ടോർഷന്റെ തിയറി അസംഷൻസ് എന്തൊക്കെയാണ്? എനിക്ക് 6 അസംഷൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെറിവേഷൻ ആണ് നോക്കിയത്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം നമുക്ക് ഇക്വേഷൻ കിട്ടിയത് T/J = Q/R = G∅L. അതിൽ ഓരോ ടേംസ് എന്താണ് പറയുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോളാർ മോഡുലസ് J/R, അതുപോലെ ടോർഷണൽ റിജിഡിറ്റി GJ. പിന്നെ പഠിച്ചത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ ഷാഫ്റ്റ്. എത്രയായിരുന്നു? 2πNT/60. അങ്ങനെ ചെയ്താൽ നമുക്ക് വാട്ട്സിൽ കിട്ടും. 2πNT/60 × 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? കിലോ വാട്ട്സിൽ കിട്ടും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അടുത്ത് പ്രോബ്ലംസ് ആയിരിക്കും. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ
ലെറ്റുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ലെറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എൻ്റെ നമ്പർ പേഴ്സണലി ഉണ്ട്, പേഴ്സണലി എന്നോട് പറയാം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളുടെ ലിങ്ക് ഒരുമിച്ച് ഞാൻ നാളെ തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ലിസണിങ്.